നോമ്പ് തുറക്കുന്ന സമയത്തുണ്ടല്ല നമുക്ക് ഈ മധുരമുള്ള സ്നാക്സ് ഒക്കെ കഴിക്കണേലും കുറച്ചും കൂടി ഇഷ്ടം കൂടുതൽ ഇച്ചിരി സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാനായിരിക്കില്ലേ. അപ്പം ഞാൻ കാണിക്കണതേ ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ, മക്രോണി കേക്ക്. അപ്പോൾ കുക്കറിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഉപ്പും ഓയിലും പിന്നെ ഒരു കപ്പ് മക്രോണിയോട് ചേർത്തിട്ട് ഒരു 2-3-4 വിസിൽ കൊടുക്കുമ്പോഴേക്കും ഇതേപോലെ നല്ലോണം ഒന്നും കൂടെ വെന്ത് കിട്ടും. ഇനി ഒരു പാനിലെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ചതച്ച് വെച്ചിരിക്കണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് ആദ്യം ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെ പുറകെ തന്നെ നല്ല പൊടിയായിട്ട് എറിഞ്ഞ 2 സവാളയും ഒരു ക്യാരറ്റോട് ചേർക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ക്യാരറ്റിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഗരം മസാലയോട് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിൻ്റെ ആ ഒരു പച്ചച്ചോവയൊക്കെ അങ്ങോട്ട് മാറിക്കഴിഞ്ഞാലേ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും പിന്നെ കുറച്ച് മല്ലിയിലൂടെ ചേർത്തിട്ട് പിന്നെ നല്ലോണം തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടല്ലോ നമുക്ക് ടൊമാറ്റോ സോസും ഹോട്ട് സോസും കൂടെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഒന്നങ്ങോട്ട് സോട്ട് ചെയ്തിട്ടേ നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നല്ലോണം അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കണം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ടെ നമുക്ക് കോഴിമുട്ടയും പാലും മൈദപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയോടെ ചേർത്തിട്ട് നല്ലോണം അടിച്ചിട്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മളുടെ ഈ ഒരു മക്രോണി കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കാൻ പോണ പാനിലുണ്ടല്ലോ ജസ്റ്റ് നെയ്യൊന്ന് ബ്രഷ് ചെയ്തിട്ട് നമ്മളുടെ ഈ ഒരു മസാലക്കൂട്ട എല്ലാം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഒന്ന് മോടി പിടിപ്പിക്കാൻ വേണ്ടി ഞാനൊരു മല്ലിയില വെച്ചിട്ട് ഒരു പൂക്കള തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലുണ്ടല്ലോ ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കുക. ഇതിൻ്റെ ആ ഒരു സൈഡ് ആയാൽ വേറൊരു പാൻ വെച്ചിട്ട് നമുക്കിൻ്റെ ഫ്രണ്ട് വശം കൊണ്ട് വേവിക്കുക. എൻ്റെ എന്തുണ്ടാവോ കുറച്ച് ആ മറ്റേ പാനിൽ പിടിച്ചത് പിന്നെ അടിവശമായതുകൊണ്ട് അത് കാണുമൊന്നുമില്ലല്ലോ അല്ലേ.